ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ മൊഡ്യൂളാണ്. എഡിറ്റിംഗ് ഫോർ പ്രിൻ്റ് എന്ന് പറയുന്ന തേർഡ് സെമ്മിൽ നമ്മൾ പഠിക്കുന്ന പേപ്പറിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകളാണ്: ഒന്ന്, കോപ്പി എഡിറ്റിംഗ് എന്താണ്, ഹാൻഡ്ലിംഗ് കോപ്പീസ് ഓഫ് റിപ്പോർട്ടേഴ്സ്, അതോടൊപ്പം തന്നെ വിവിധ ആളുകൾ പത്രത്തിലേക്ക് അയക്കുന്ന കോപ്പീസ്, വാർത്തകൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, പിന്നെ ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷനാണ്, പിന്നെ ഹ്യൂമൻ ഇൻട്രസ്റ്റഡ് സ്റ്റോറീസ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക, പിന്നെ എഡിറ്റിംഗ് ഓൺലൈൻ, അതോടൊപ്പം തന്നെ DTP എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എന്നാൽ പരമാവധി തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് കോപ്പി എഡിറ്റിംഗ് എന്താണെന്ന് പറയാം. നമുക്കറിയാം, കോപ്പി എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ എഡിറ്റിംഗ് പ്രോസസ്സ് നടത്തുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണെന്ത്, കോപ്പി എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ പിന്നെ തെറ്റുകൾ തിരുത്തുന്നുണ്ട്, സ്പെല്ലിങ്, ഗ്രാമർ മിസ്റ്റേക്സ്, അതോടൊപ്പം തന്നെ എന്തെങ്കിലും തെറ്റുകൾ, വേർഡ്സിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ, സെൻറ്റൻസ് സ്ട്രക്ചർ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കോപ്പി എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അത് പിന്നെ മാനുസ്ക്രിപ്റ്റ് എഡിറ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന രീതി ഒന്നുകൂടി നന്നാക്കുക, ആളുകൾക്ക് കൂടുതൽ വായിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മുടെ കണ്ടൻറ്റിനെ മാറ്റിയെടുക്കുക എന്നൊരു പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോപ്പി എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്. കോപ്പി എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സബ്സ്റ്റാൻറ്റേറ്റീവ് എഡിറ്റിംഗ് ആണ്. അതെന്താണ്, അതായത് നമ്മൾ ആദ്യം എഡിറ്റിംഗ് നടത്തി വീണ്ടും എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ എഡിറ്റിംഗ് ഡെസ്കിലോട്ട് നമ്മുടെ റിപ്പോർട്ടർമാരൊരു കോപ്പി അയച്ചു തന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, വീണ്ടും ഡീറ്റെയിൽ ആയിട്ട്, അത് നമ്മളെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്ന ഒരു പ്രക്രിയയാണെന്ത്, കോപ്പി എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എഡിറ്റിംഗ് പ്രോസസ്സിൻ്റെ മറ്റൊരു പേരാണ് കോപ്പി എഡിറ്റിംഗ്. നമ്മൾ എന്ത് ചെയ്യുന്നു, കോപ്പി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പത്രത്തിൽ റിപ്പോർട്ടർ നമുക്കൊരു വാർത്ത അയച്ചു തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, കോപ്പി എന്നാണ് പറയുക, അല്ലെങ്കിൽ സ്റ്റോറി എന്നും പറയും. സ്റ്റോറി അല്ലെങ്കിൽ കോപ്പി എന്നാണ് പറയുക. നമ്മൾ റിപ്പോർട്ട്സ് എന്നൊന്നും പത്രത്തിൽ അല്ലെങ്കിൽ പത്രസ്ഥാപനത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ കോപ്പി എന്നുള്ള പദം അല്ലെങ്കിൽ നമ്മൾ സ്റ്റോറി എന്നുള്ള പദമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സാധാരണ പത്രരംഗത്ത് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഇനി റിപ്പോർട്ടർമാർ, കറസ്പോണ്ടന്റ്മാർ, സ്ട്രിഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള റിപ്പോർട്ടർമാർ, ഏജൻസ്, പത്രത്തിൻ്റെ ഏജൻസ്, സിറ്റിസൺ ജേർണലിസ്റ്റ്, സാധാരണക്കാർ, ന്യൂസ് ഏജൻസികൾ, ഇവരൊക്കെ അയച്ചു തരുന്ന റിപ്പോർട്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന വാർത്തകൾ, നിങ്ങൾക്ക് പല ഭാഗത്തു നിന്നും പല ആളുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകൾ, നിങ്ങളൊരു എഡിറ്ററായിട്ടൊരു പത്രത്തിൽ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സബ് എഡിറ്ററായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പോയിൻ്റ് വൈസായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് പോയിൻ്റായിട്ട് കൊടുത്തുള്ളത്, നമ്മുടെ വാർത്താ പ്രാധാന്യം അനുസരിച്ച് എന്ത് ചെയ്യുക, വാർത്തകൾ സെലക്ട് ചെയ്യുക. ഒരുപാട് വാർത്തകൾ, ആയിരക്കണക്കിന് വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ വാർത്താ പ്രാധാന്യം നോക്കിയിട്ട് വാർത്തകൾ സെലക്ട് ചെയ്യുക. രണ്ടാമത്തത്, നിങ്ങൾ ഫാക്ച്വൽ അസേർഷൻസ് നടത്തുക. അതായത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണോ ഉള്ളത്, വസ്തുതകൾ തന്നെയാണോ ഉള്ളത് എന്നുള്ളത് പരിശോധിക്കുക. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത്, അതിൽ വന്നിട്ടുള്ള കണക്കുകൾ, പ്രത്യേകിച്ച് ശതമാന കണക്കുകൾ, ആവറേജ് അല്ലേ, ശരാശരി കണക്കുകൾ, പിന്നെ അതിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ, ഒരുപാട് കണക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമാണോ എന്ന് പരിശോധിക്കുക. ഇനി മൂന്നാമത് ചെയ്യേണ്ടത്, ഇനി എന്തെങ്കിലും ഓർഗനൈസേഷനെ, സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വാർത്തകളാണോ, അല്ലെങ്കിൽ വ്യക്തികളെ സംബന്ധിച്ചുള്ള വാർത്തകളോ ഒക്കെ ആണെങ്കിൽ അവരെ വിളിച്ച് നേരിട്ട് എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ളൊരു വിവരം വന്നിട്ടുണ്ട്, ശരിയാണോ എന്നുള്ളത് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇനി അടുത്ത പോയിൻ്റ് എന്താണ്, നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റോറി ഒന്ന് വായിച്ച് നോക്കുക. കംപ്ലീറ്റ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വാർത്ത ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും തിരുത്താനുണ്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, തിരുത്തുക. ആവശ്യമുള്ള സ്ഥലത്തൊക്കെ തിരുത്തുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്, എന്തെങ്കിലും ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ചിട്ടുണ്ടാവും. ടെക്നിക്കൽ ടേംസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലും ഭാഷകളോ അല്ലെങ്കിൽ പദങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ടേംസ്, ലീഗൽ ടേംസോ അല്ലെങ്കിൽ മെഡിക്കൽ ടേംസോ അങ്ങനെ എന്തെങ്കിലും ടേംസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ജാർഗൺ, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവാത്തത്. ഓക്കെ, അങ്ങനെയുള്ള പദങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് തിരുത്തുക എന്നുള്ളതാണ്.
ഇനി നെക്സ്റ്റ് പോയിൻ്റ്, നിങ്ങൾ വായിച്ച അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പിന്നെ കണ്ണോടിച്ച ആ വാർത്തയിലൂടെ ഒന്നുകൂടി ഒന്ന് കടന്നു പോയിട്ട് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യുക, തിരുത്തുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ നെക്സ്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പിന്നെ നിങ്ങൾ സ്പെല്ലിങ്ങൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡിക്ഷണറി അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്പെൽ ചെക്കേഴ്സ് അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നിങ്ങൾക്ക് വിശ്വാസയോഗ്യമാകണം എന്നില്ല. കാരണം സോഫ്റ്റ്വെയർസൊക്കെ കണ്ടെത്താത്ത പല പിന്നെ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എറേഴ്സൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഒരു പിന്നെ എന്താണ് നിർത്തി അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് വായിച്ച് അതിൽ തെറ്റില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്നുള്ളതാണ്. ഇനി കൺസിസ്റ്റൻസിയാണ്. അതായത് പിന്നെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സ്ഥിരത. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നെക്സ്റ്റ് പാരഗ്രാഫിലെത്തുന്ന സമയത്ത് മാറിപ്പോകുന്നില്ല, അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഈ പാരാന്തീസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുത്ത്, കോമ അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, ഡബിൾ കൊട്ടേഷൻ, കോളൻ, സെമി കോളൻ, ഫുൾ സ്റ്റോപ്പ്, അപ്പോസ്ട്രോഫീസ്, കൊട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കുക. അത് എവിടെയാണോ വേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, കറക്റ്റ് കൊടുക്കുക. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ അർത്ഥം തന്നെ മാറാനുള്ള സാധ്യതകളുണ്ട് അല്ലേ. ഒരു കുത്ത് അല്ലെങ്കിൽ ഒരു കോമയൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷിലൊക്കെ പ്രത്യേകിച്ച് അർത്ഥം ഇങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പാരാന്തീസിസ്, അതായത് കുത്ത്, കോമ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ കൊട്ടേഷൻ മാർക്കും, നിങ്ങൾ കൊട്ടേഷൻ മാർക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയായ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. കാരണം പിന്നെ അതൊക്കെ കറക്റ്റായ രീതിയിലല്ലെങ്കിൽ കൊട്ടേഷൻ മാർക്ക് ഒരാൾ പറയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞ രീതിയിൽ കൊടുക്കും അല്ലേ, അങ്ങനെയുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ കൊട്ടേഷൻ മാർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിരിക്കണം. പിന്നീട് എന്താണ് പങ്ക്ച്വേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, കോമ, സെമി കോളൻ, കോളൻസ്, എലിപ്സ്, പെർസെൻറ്റേജ്, സൈൻസ്, അപ്പോസ്ട്രോഫീസ്, ഇതൊക്കെ ഇങ്ങനെയുള്ള പിന്നെ പങ്ക്ച്വേഷൻ മാർക്കുകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ഫ്രണ്ടിനെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന എഡിറ്ററെ കൊണ്ടോ ഒക്കെ വായിച്ചെന്ത് ചെയ്യാം, നിങ്ങളത് തെറ്റില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം തെറ്റുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പത്രത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ ഏതാണോ പബ്ലിക്കേഷൻ അതിൻ്റെ വിശ്വാസ്യതയെ അത് കൃത്യമായിട്ട് ബാധിക്കും. പിന്നെ അതിൻ്റെ ഭാവിയിൽ എന്തെങ്കിലും ഇല്ലീഗൽ ഇഷ്യൂസോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, നന്നായിട്ട് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, ഞാൻ ഇതിൻ്റെ വായിക്കാത്തത് ഓൾറെഡി റിട്ടൺ ആണ്, പിന്നെ അതിനുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. വേർഡ് ബൈ വേർഡ് വായിച്ച് അത് പറയുന്നത് ബോറാവും എന്നതിലാണ് ഞാൻ ഈ കാണിക്കുന്ന സ്ലൈഡിൻ്റെ ഒരു വിശദീകരണം എന്ന അർത്ഥത്തിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് പ്രസ് റിലീസ് എന്താണെന്നുള്ളതാണ്. പ്രസ് റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥാപനവും, ഓരോ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ഥാപനം അവരുടെ ഇടയിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ നടക്കുന്ന പുതിയ വിവരങ്ങളെ സംബന്ധിച്ച്, ഇപ്പോൾ പുതിയ ഒരു കാർ പുറത്തിറങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു ഇവൻ്റ് നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് കിട്ടി, ആ സമയത്ത് അവർ പുറത്തിറക്കുന്ന വാർത്താക്കുറിപ്പിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പത്രക്കുറിപ്പിനെയാണ് നമ്മൾ പ്രസ് റിലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തിനാണ് ഇറക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് ആർക്കാണ് കൊടുക്കുക, ന്യൂസ് ചാനൽസുകൾക്ക് അതോടൊപ്പം തന്നെ പത്രങ്ങൾക്ക്, മീഡിയ ഓർഗനൈസേഷൻസ് കൊടുക്കാനാണ്. അവർ കൊടുക്കുന്ന വാർത്തയാണ് അവരുടെ ഔദ്യോഗിക പത്രപ്രസ്താവന. ഓക്കെ, പ്രസ് റിലീസ് എന്ന് സാധാരണ അത് ഇമെയിലായിട്ട് കൊടുക്കും, ഡയറക്റ്റായിട്ട് പത്രങ്ങളിൽ കൊണ്ടുകൊടുക്കും, വാർത്താസമ്മേളനം നടത്തിയിട്ട് അതിൽ വിതരണം ചെയ്യും. അങ്ങനെയുള്ള അവരുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പിനെയാണ് എന്ത് ചെയ്യുന്നത്, പ്രസ് റിലീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രസ് റിലീസ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രസ് റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രക്കുറിപ്പാണ്. ഓരോ സ്ഥാപനത്തിൽ നടക്കുന്ന പുതിയ പിന്നെ നേട്ടങ്ങൾ അല്ലെങ്കിൽ പുതിയ വാർത്തകളും കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് അറിയിക്കാനുള്ള ഒരു എഴുത്ത് രൂപത്തിൽ അറിയിക്കാനുള്ള ഒരു മെത്തേഡാണെന്ത്, പ്രസ് റിലീസ് അല്ലെങ്കിൽ പത്രക്കുറിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പത്രക്കുറിപ്പ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പത്രക്കുറിപ്പ് ആദ്യം പുറത്തിറക്കുന്ന സമയത്ത് ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ലെറ്റർ പാഡിലായിരിക്കണം ആ ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കേണ്ടത്. ഇപ്പോൾ ഒരു ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കുകയാണെങ്കിൽ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ലെറ്റർ പാഡിൽ അത് ഉണ്ടായിരിക്കണം, അവരുടെ ഒഫീഷ്യൽ ലെറ്റർ പാഡായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. പിന്നെ രണ്ടാമത്, ആരാണ് ഈ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നത്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി സെൻഡർ അത് ക്ലിയർ ആയിട്ട് അതിലുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ നമ്പർ, ഇപ്പോൾ PR ഓഫീസർ ആയിരിക്കും, അല്ലെങ്കിൽ കമ്പനിയുടെ ടെലിഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായിട്ടുണ്ടായിരിക്കണം. പിന്നീട് മൂന്നാമത് വേണ്ടത് ഡേറ്റാണ്.
അതായത് എന്നാണിത് പുറത്തിറങ്ങുന്നത്, ഈ പത്രക്കുറിപ്പ് എന്നാണ് പുറത്തിറങ്ങുന്നത് അതിൻ്റെ ഡേറ്റ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ സൈഡ്, അതായത് അത്യാവശ്യത്തിന് സ്പേസും മാർജിൻസും ഒക്കെ കൊടുത്ത് ഒരു ഷീറ്റിൻ്റെ ഒരു ഭാഗം, അതായത് ഡബിൾ സൈഡ് പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം ഒരു സൈഡ് മാത്രം പ്രിൻറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് ഹെഡിങ്ങും കാര്യങ്ങളും ക്ലിയർ ആയിരിക്കണം. കാരണം ഹെഡിങ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് ആ പത്രക്കുറിപ്പിൻ്റെ ഒരു ക്വാളിറ്റി അത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ എഴുതുന്ന കാര്യങ്ങളൊക്കെ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലായിരിക്കണം. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്താണെന്ന് അറിയാമല്ലോ, എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും മുകളിലാണ് പറയേണ്ടത്, പിന്നെ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏറ്റവും താഴെ, ഏറ്റവും ഇമ്പോർട്ടൻസ് കുറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റവും അടിയിൽ പറയുന്ന ഒരു രീതിയാണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് അതിൽ വേണ്ട കണ്ടൻറ്റുകൾ എന്താണ്, വാർത്ത എന്നാണ് അത് സംഭവിച്ചത്, എങ്ങനെയാണ് അത് സംഭവിച്ചത് അല്ലേ, ആർക്കാണത് സംഭവിച്ചത്, അങ്ങനെയുള്ള, അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചത്, വൈ എന്തുകൊണ്ടത് സംഭവിച്ചു അല്ലേ, അങ്ങനെയുള്ള നമ്മൾ സാധാരണ പറയുന്ന 5W1H തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതിൽ ഉണ്ടായിരിക്കണം. പിന്നെ നെക്സ്റ്റ് പോയിൻ്റ് ഫ്രീ ഓഫ് ആംബിഗ്വിറ്റിയാണ്. ആംബിഗ്വിറ്റി ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്കുകളോ ടെക്നിക്കൽ ടേംസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ ഉണ്ടാവരുത്. പിന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെറുതാക്കി പറയാം, അതോടൊപ്പം തന്നെ ഷോർട്ടായിരിക്കുക. നെക്സ്റ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ ഒതൻറ്റിക് ഫാക്റ്റുകളായിരിക്കണം, വസ്തുതകൾ അടിസ്ഥാനത്തിലായിരിക്കണം. അതോടൊപ്പം തന്നെ അതിൽ പറയുന്ന കണക്കുകളൊക്കെ കൃത്യമായിരിക്കണം. ഇനി ആരുടെയെങ്കിലും പേരോ കാര്യങ്ങളോ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യാം, അവരുടെ ഫുൾ നെയിം, അവരുടെ പൊസിഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ക്ലിയറായിട്ട് മെൻഷൻ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പത്രക്കുറിപ്പിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. ഓക്കെ, ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കുന്ന സമയത്ത് അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് ഹാൻഡ് ഔട്ടാണ്. ഹാൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഫ്രീ ആയിട്ട് തരുന്ന, എല്ലാവരിലേക്കും ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ്, പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. അത് ചിലപ്പോൾ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ നമ്മൾ നോട്ടീസ് വിതരണം ചെയ്യില്ലേ, അത്തരത്തിലുള്ള നോട്ടീസുകൾക്കാണ് നമ്മൾ ഇന്നത് ഹാൻഡ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹാൻഡ് ഔട്ട് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിൻ്റ് എന്താണ്, ഇൻവെർട്ടർ പിരമിഡ് സ്റ്റൈൽ എഴുതണം. രണ്ടാമത്തത് എന്താണ്, പിന്നെ അതൊരു പ്രൊപ്പഗണ്ട ടൂളായിട്ട് ആളുകൾക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു പ്രൊപ്പഗണ്ട നടപ്പാക്കാനുള്ള ടൂളായിട്ട് ഹാൻഡ് ഔട്ട് ഉപയോഗിക്കരുത്. അതിനെന്തെങ്കിലും ഒരു ചെറിയ ലക്ഷ്യം അല്ലേ, നമ്മൾ എന്തെങ്കിലും നേടുക എന്നുള്ള ലക്ഷ്യമാണ് വേണ്ടത്. ഓക്കെ, അതൊരു പബ്ലിസിറ്റി എന്നുള്ള രീതിയിലല്ല, അതെന്താണ് ഒരു ചാരിറ്റി അത്തരത്തിലുള്ള രീതിയിലൊക്കെയാണ് ഹാൻഡ് ഔട്ട് ഉപയോഗിക്കാറുള്ളത്. പിന്നെ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ബ്രീഫായിരിക്കണം, ഷോർട്ടായിരിക്കണം. നെക്സ്റ്റ് ആളുകൾക്ക് മനസ്സിലാവാത്ത ഹൈലി ടെക്നിക്കലായിട്ടുള്ള ടേംസും ഫ്രൈസസും ഉണ്ടാവരുത്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഇവൻറ്റ്, എന്തെങ്കിലും ഹാൻഡ് ഔട്ട് സാധാരണ എന്തെങ്കിലും ഇവൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസിനെ പരിചയപ്പെടുത്താനൊക്കെയാണ് എന്ത് ചെയ്യുക, ഹാൻഡ് ഔട്ട് സാധാരണയായിട്ട് വിതരണം ചെയ്യാറ്. ഇപ്പോൾ എന്തെങ്കിലും ചാരിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും മേളകളോ അല്ലെങ്കിൽ വലിയ വലിയ ഇവൻറ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഹാൻഡ് ഔട്ട് നമ്മൾ വിതരണം ചെയ്യുക. ഇതൊരു പിന്നെ ആളുകളെ ഈ ഒരു ഇവൻറ്റിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ അറിയിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ അതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പീച്ചസോ അല്ലെങ്കിൽ ഒരുപാട് വിവരങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്, വളരെ ചുരുങ്ങിയാണ് കാര്യങ്ങൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഇഫ് ദർ ഈസ് റെഫറൻസ് ടു എ ഏർലിയർ ഇവൻറ്റ്, ഇറ്റ്സ് മുമ്പ് നടന്ന പരിപാടികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ വിവരണം അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ഒരു പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഹാൻഡ് ഔട്ട് എന്താണെന്ന് മനസ്സിലാക്കി. ഹാൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ സംതിങ് given freely or distributed free to those in need. It can refers to material handout for presentation purpose or to a charitable gift among other things. അതായത് ആളുകൾക്ക് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ വിതരണം ചെയ്യുന്ന ഒരു ടൂളാണ്. ഇനി ട്രാൻസ്ലേഷനാണ്. ട്രാൻസ്ലേഷൻ 10 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങളത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ടും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടും എന്ത് ചെയ്യാം, പത്രങ്ങളെടുത്ത് അത് ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. പിന്നെ ഈ ഒരു വരുന്ന എക്സാമിൽ ഉപകാരപ്പെടും. കാരണം 10 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കും, പറയാൻ പറ്റില്ല. യൂണിവേഴ്സിറ്റിയാണ്, ചില ചോദ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സിലബസിൽ ഉള്ളതാണ്. അതായത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ടും ഒരു വാർത്ത വന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ പറയും. ചിലപ്പോൾ ഒരു വാർത്ത വന്നിട്ട് എന്ത് ചെയ്യും, അത് മലയാളത്തിലോട്ട് ആക്കാൻ പറയും. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യാം, നോക്കുക. ഇനി ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസാണ്.
ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അല്ലേ, ഒരു വ്യക്തിഗതമായിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലോട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഒരു എത്തിനോട്ടമാണ് എന്ത് ചെയ്യുന്നത് ഹ്യൂമൻ ഇൻട്രസ്റ്റിൽ. ആളുകൾക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന, ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന, ആളുകൾ ഒരുപാട് ജിജ്ഞാസയോടെ കാത്തിരിക്കുന്ന വിവരങ്ങളൊക്കെ മനോഹരമായിട്ട് ഒരു കഥാരൂപത്തിൽ എഴുതുന്ന ഒരു രീതിയാണെന്ത് ഹ്യൂമൻ ഇൻട്രസ്റ്റഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ സാധാരണ വാർത്തയെ പോലെയല്ല. വാർത്തയിൽ പിന്നെ നമ്മുടെ ഇമാജിനേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ് ആവുന്ന സമയത്ത് നമ്മുടെ ഇമാജിനേഷനും കാര്യങ്ങളൊക്കെ അതിൽ കയറി വരാവുന്നതാണ്. അതിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അല്ലേ. അതായത് ഞാൻ ഒന്നുകൂടി പറയാം, ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, ഒരാളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാണ് അല്ലേ. ഒരുപാട് കോട്ട്സ് ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, ഇമോഷണൽ ലാംഗ്വേജ് അല്ലേ, നമ്മൾക്ക് ഒരുപാട് വൈകാരികമായിട്ടുള്ള ഭാഷാ പ്രയോഗം, പിന്നെ എന്താണ് ഒരുപാട് ഹാർഡ് ഫാക്റ്റിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള വാർത്തകളൊക്കെയാണ് ഇതിൽ വരിക. ആളുകളുടെ യാത്രകളെ സംബന്ധിച്ചിടത്തോളം, ആളുകളുടെ ട്രാജഡീസ്, അവരുടെ പിന്നെ നേട്ടങ്ങൾ, അവരുടെ അവർ പ്രതിസന്ധിയെ എങ്ങനെ അവർ മറികടന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഹ്യൂമൻ ഇൻട്രസ്റ്റഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരാറുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ് എഴുതുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമുള്ള ഒരു വിഷയമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ വ്യക്തിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത്, ഏത് തീം, നിങ്ങൾ എന്ത് തീമിലാണ് അത് എഴുതുന്നത്, അല്ലെങ്കിൽ ഏത് ആംഗിളിലാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ എന്ത് ചെയ്യും, അത് പിന്നെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് എഴുതും. ചില ആളുകൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച് എഴുതും. ചില ആളുകൾ ഒരു വ്യക്തിയുടെ പിന്നെ എന്താണ് ജീവിത പ്രാരാബ്ദങ്ങളെ എങ്ങനെ മറികടന്നു, അല്ലെങ്കിൽ എങ്ങനെ അത് അതിജീവിച്ചു, അങ്ങനെയുള്ള ഓരോ ആംഗിൾ ഉണ്ട് അല്ല ഓരോ സംഭവത്തിനും. ഇപ്പോൾ എന്ത് നടന്നാലും അതിനെന്തുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾ ഉണ്ട്. അപ്പോൾ ഏത് ആംഗിളിലാണ് അത് എഴുതുന്നത് എന്ന് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തീരുമാനിക്കുക. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ യൂസ്ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. പരമാവധി ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. പിന്നീട് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇൻ്റർവ്യൂ ചെയ്യുക. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ വിവരം കിട്ടുമോ അവിടെ നിന്നൊക്കെ ആളുകളെ കണ്ടിട്ട് അവരിൽ നിന്ന് ഇൻ്റർവ്യൂ ചെയ്യുക. അതോടൊപ്പം തന്നെ അവരുടെ വാക്കുകൾ നമ്മുടെ എഴുത്തിൽ കൊടുക്കും എന്നുള്ളത് അവരെ അറിയിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, നല്ല ഹെഡ്ലൈൻ എഴുതുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നെക്സ്റ്റ് പോയിൻ്റ്, എല്ലാ ഇൻഫോർമേഷൻസ്, കോഡ്സ്, ഒപ്പീനിയൻസ്, ഡീറ്റെയിൽ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ എഴുത്തിൽ കൊണ്ടുവരിക. നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. നെക്സ്റ്റ്, ഒരു ബ്രീഫ് നട്ട് ഗ്രാഫ് എഴുതുക. നട്ട് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ എഴുത്ത് എന്തിനെക്കുറിച്ചാണ് എന്നുള്ളത് തുടക്കത്തിൽ എന്ത് ചെയ്യുക, ചെറിയൊരു 5-6 ലൈനിൽ ചെറിയൊരു സമ്മറി ആയിട്ട് മുമ്പിൽ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ നല്ലൊരു കൺക്ലൂഷൻ കൊടുക്കുക. നിങ്ങൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മറൈസ് ചെയ്തുകൊണ്ട് നല്ലൊരു കൺക്ലൂഷൻ കൊടുക്കുക. നെക്സ്റ്റ്, നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ സെക്കൻഡ് പോയിൻ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർ തേർഡ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് എഴുതേണ്ടത് അല്ലേ. അതോടൊപ്പം തന്നെ എഴുതുന്ന കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ടെൻസിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. സെക്കൻഡ് പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹീ ഷീ എന്ന രീതിയിലാണ് എഴുതേണ്ടത്. ഹീ ഷീ ഇറ്റ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പേഴ്സണാണ്, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പേഴ്സണാണ്. അപ്പോൾ അവൻ അവൾ എന്ന രീതിയിലാണ് എഴുതേണ്ടത്. ഞാൻ നീ എന്ന രീതിയിൽ എന്ത് ചെയ്യരുത്, ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ് എഴുതരുത്. അപ്പോൾ നമ്മളെക്കുറിച്ച് മൂന്നാമതൊരാൾ പറയുന്നതാണെന്ത് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, ആ രീതിയിലാണത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് പീപ്പിൾ, പ്ലേസസ്, ഈവൻറ്റ്സ്. നമ്മൾ പറയുന്ന വ്യക്തികളെ, അതോടൊപ്പം തന്നെ സ്ഥലങ്ങളെ, ഈവൻറ്റ്സിനെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, ടൈമിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പറയാം. പിന്നെ ഇൻഫോർമലായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള ഭാഷകൾ ഉപയോഗിക്കുക. പിന്നെ ഒരു ജേർണലിസ്റ്റിക് ഇൻറ്റഗ്രിറ്റി, നമ്മുടെ ആ ഒരു പക്വത അല്ലേ, ജേർണലിസത്തിൽ പാലിക്കേണ്ട മര്യാദകൾ കീപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ പ്രൂഫ് റീഡ് ചെയ്യുക. അതിൽ ആവശ്യമുള്ള എഡിറ്റും കാര്യങ്ങളൊക്കെ വരുത്തുക. ഓക്കെ, നെക്സ്റ്റ് DTP ആണ്. DTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ആണ്. അതായത് നമ്മൾ ഈ എഴുതുന്ന മാനുസ്ക്രിപ്റ്റ് ആയിട്ട് നമ്മുടെ കൈകൊണ്ട് എഴുതുന്ന കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിലോട്ട് മാറ്റുന്ന, അത് ടൈപ്പ് ചെയ്തിട്ട് കയറ്റുന്ന ഒരു പ്രക്രിയയാണ്. അത് ടൈപ്പ് ചെയ്ത് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പ്രക്രിയയൊക്കെ നമ്മൾ പറയുന്ന പേരാണെന്ത് DTP എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് എല്ലാ പബ്ലിക്കേഷൻസും എന്താണ്
DTP ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ചെയ്യുന്ന ആരും എഴുതിയിട്ട് ഒന്നും പുറത്തിറക്കുന്നില്ല. പിന്നെ അതിനായിട്ട് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇൻഡിസൈൻ പോലുള്ള സോഫ്റ്റ്വെയർസൊക്കെ DTPക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് പുതിയ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ടെക്സ്റ്റും ഇമേജസും കാര്യങ്ങളും ഫോണ്ടും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഓൺലൈൻ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓൺലൈൻ കണ്ടൻറ്റ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിലൊന്നാമത്തത് ആവശ്യമുള്ള എഡിറ്റുകൾ വരുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആവശ്യമുള്ള തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക, പിന്നെ അനാവശ്യമായിട്ടുള്ള വിവരങ്ങൾ തിരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ളത് തിരുത്തുക. പിന്നെ ലിങ്ക് എവരിത്തിങ് പ്രോപ്പർലി. നിങ്ങൾ എന്ത് കണ്ടൻറ്റ് കൊടുത്താലും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യാം. ഓൺലൈനിൽ മാത്രം നമ്മൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ കൊടുക്കുന്ന ലിങ്കും കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ്, യൂസ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ വേർഡ്സ്. അതായത് SEO വേർഡ്സ് എന്ന് പറഞ്ഞാൽ കീവേഡ്സ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന വേർഡ്സ് എന്താണോ അത് വേണം എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ എഴുത്തിൽ ഉപയോഗിക്കേണ്ടത്, അത് കൊടുക്കുക. പിന്നെ എൻഗേജിങ് വിഷ്വൽസ്, നല്ല ആളുകൾക്ക് നല്ല എൻഗേജ് ചെയ്യാൻ പറ്റുന്ന നല്ല വിഷ്വൽസും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യുക. someone who knows how to edit your വെബ്സൈറ്റ്, അതായത് വേറെയുള്ള ആളുകളോടൊന്ന് ചോദിച്ചു നോക്കുക എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളുണ്ടെങ്കിൽ. പിന്നെ നന്നായിട്ട് എഡിറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എപ്പോഴും നിങ്ങളുടെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു മെത്തേഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തേർഡ് മൊഡ്യൂളുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തേർഡ് മൊഡ്യൂളുള്ളത്. ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ ആവശ്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും ഞാനൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.